ഇതാ നമ്മുടെ സഹു ഫുഡൊക്കെ കഴിഞ്ഞ് എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങോട്ട് ഉള്ളിൽ കയറാത്തതുകൊണ്ട് കണ്ട ഞാനിങ്ങ് പോവാണേ, ഇങ്ങ് ഇറങ്ങിപ്പോരി വാ. അങ്ങനെ ഉള്ളിൽ കയറാൻ വിളിക്കുന്നതാ. ഞാൻ ഇത് ചെടിയെല്ലാം കാണിക്കട്ടെ എല്ലാവരെയും. കണ്ട, ഇത് നന്നായിട്ടില്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. അത് പോയി എന്നാ തോന്നുന്നത്, വരുമോ എന്താ അറിയില്ല. നല്ലൊരു ചെടിയായിരുന്നു. നിങ്ങൾക്ക് ചെടി കാണിക്കുന്നുണ്ട്, അതിന് വരുന്നുണ്ട്. ഞാൻ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവനുമായിട്ട് അവിടുന്ന് എന്നെ മൽപ്പിടുത്തം പിടിക്കണം. അതിന് ഞാനില്ല നിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ആ നഖമൊക്കെ കൊള്ളുന്നുണ്ട്. നഖം കട്ട് ചെയ്യുമ്പോൾ 100 കോടി വലിച്ച് കളിക്കും കൈ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ മിഞ്ഞാന്ന് മുറിച്ച് കൊടുത്ത്. പിന്നെ ആ നിൻ്റെ പല്ലും ഞാൻ ശരിക്ക് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടാ. നമുക്ക് പല്ല് കൊള്ളുന്നുണ്ട്. നീ അതിനല്ല എന്നെ വിളിക്കുന്നത്, കടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരുന്നില്ല, അപ്പോൾ കടന്നു. ഇതൊക്കെ നന്നായിട്ടില്ലേ ചെടി. ഇത് ഞങ്ങളെ കിണറാണേ, കിണറാ. ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട് അവനിങ്ങോട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട. എന്താ ഒരു ജാട കണ്ട നിങ്ങളവൻ്റെ, ഭയങ്കര ഒരു വിചാരം അവന്. കണ്ട എന്താണ് നിനക്ക് ഇത്രയും ജാട? ഭയങ്കര ആറ്റിട്ടുള്ള ചക്കനായിട്ട്. ഇത് കണ്ട, ഇതിവിടെ ഒരു തെങ്ങുണ്ട്, അതിന് ഫുള്ളിങ്ങനെ കെട്ടിയിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ അവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം മഴയായതുകൊണ്ട് ഇങ്ങനെ ഷീറ്റൊക്കെ കെട്ടിയിട്ടിരിക്കുക. വെള്ളം വല്ലാതെ, എന്താ മഴ, അതുകൊണ്ട് കെട്ടി വെച്ചിരിക്കുക. അദ്ദേഹം എന്തൊക്കെയോ നോക്കുന്നുണ്ട് അവിടുന്ന്. എല്ലാം അവനും വീഡിയോ എടുക്കുക, എന്നെ പോലെ. നീ വീഡിയോ എടുക്കുവാടാ? നിൻ്റെ അടുത്ത് ഫോൺ എവിടാ? വേണ്ട. ഇടയ്ക്ക് മീൻകൂട്ടന്മാരിങ്ങനെ മുമ്പോട്ട് വരും അവർ. അപ്പോൾ അവരെയും പിടിക്കേണ്ട പരിപാടി. ആ കോഴി, താറാവിനെ, ഇവരൊക്കെ ഇവനെ എന്തോ ശസ്ത്രുക്കളെ പോലെയാണ്. അവരൊക്കെ ശരിയാക്കേണ്ട ഒരു പരിപാടിയായിരിക്കും. ഇത് കണ്ട, ഇത് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങൾ. ബുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്ചു. ഇതൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ചെയ്തോട്ട്. ഈ മഴയത്ത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എല്ലാം ചെടിയൊക്കെ കണ്ട, പൂവൊക്കെ കൊഴിഞ്ഞ് ഒരുമാതിരി വെള്ളം വീണ് എല്ലാം നാശമായി കിടക്കുക. ഇത് നമ്മുടെ വണ്ടിയുടെ ടയറായിരുന്നു. അപ്പോൾ അത് പുതിയ മേടിച്ചപ്പോഴേ ഉള്ള ടയറാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, അവിടെ ഇടണ്ടെന്ന് പറഞ്ഞു, ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പം ഞാനത് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പെയിൻ്റ് അടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്ത ഡെക്കറേഷൻ. അത് കളയാൻ തോന്നിയില്ല. വണ്ടി നമുക്ക് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. ചിലർ കളഞ്ഞിട്ടിങ്ങ് പോരും, പക്ഷെ നമുക്ക് അതൊക്കെ അവിടെ കളഞ്ഞിട്ട് വരുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അവൻ അതിങ്ങടുത്ത് 2 ടയറുള്ളത്. ഇനി 2 ടയർ മാറ്റിയിട്ടില്ല. ആ മാറ്റിയ 2 ടയറാണ് ഈ കിടക്കുന്നത്. ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്ലാന്റ്. അത് നന്നായിട്ടില്ലേ, ചെറിയൊരു ഇച്ചിരിയുള്ളൊരു ഇല കൊണ്ടുവന്നത്. ഞാൻ ഇതെന്താ വാഴ പോലെ വളർന്നു പോയിരിക്കുക, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മോനേട്ടൻ്റെ സ്കൂട്ടർ, ഞങ്ങളുടെ കുട്ടൻ. ഇങ്ങനെ എല്ലാവരും ചോദിക്കും ഞങ്ങൾക്ക് തരുമോ, നല്ല വില തരാമെന്നൊക്കെ. പക്ഷെ ഒരിക്കലും ഇല്ല, അതിനായിരിക്കും കൊടുക്കത്തില്ല. ഇത് ഈ ടയർ പോലെ ഒരു അറ്റാച്ച്മെൻറ്റാണ്. അദ്ദേഹം നമ്മുടെ സാറ് നടക്കുന്നുണ്ട, അത് അവനും ചെക്ക് ചെയ്യാം. ഭയങ്കര വിചാരമൊക്കെ ചേർക്കണത്. അമ്മയുടെ പൊന്ന് എന്നെ തള്ളിയിടല്ലേ. വാ, അവിടെ പോയിരിക്കും. നിൻ്റെ അച്ഛൻ അതാ ന്യൂസ് കാണുന്നു. പോയിക്കോ അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കാം അമ്മേനെ. അവിടെ ഇരുന്നിട്ട് നോക്ക്, ഇരിക്കേ. ഇരുന്നിട്ട് അമ്മേനെ നോക്ക്. ഓക്കെ, കണ്ട, ഇതൊന്നും ഇപ്പോഴെന്നെ വഴക്ക് പറയും. ഇപ്പം അതാ ഇച്ചിരി സമയം. അയ്യോ കുഞ്ഞൊക്കെ ഉറക്കണ്ട. നീ അമ്മേനെ വഴക്ക് പറയല്ലേ, നമുക്ക് പേടിയാ. അമ്മേനെ വഴക്ക് പറയാം. എങ്ങനെയാണ് വഴക്ക് പറയാം അമ്മേനെ വഴക്ക് പറയാം? എങ്ങനെയാണ് വഴക്ക് പറയാം?
പറ അമ്മനെ വഴക്ക് പറയും എങ്ങനെയാണ്. ഇപ്പം വിശപ്പിൻ്റെ സമയമൊക്കെ വിശപ്പൊക്കെ മാറി അതിനെന്തെങ്കിലും അവന് സമയമായാൽ അവന് സമയത്തിന് ഫുഡ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കിച്ചണിലോട്ട് പോയില്ലെങ്കിൽ അപ്പോഴാണ് എന്നെ വഴക്ക് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ.